ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരേ ബാങ്ക്, ഒരേ ബ്രാഞ്ച്, പക്ഷേ എല്ലാവർക്കും ഒരേ എക്സ്പീരിയൻസ് ആയിരിക്കില്ല. ചിലർ ടോക്കൺ എടുത്ത് ക്യൂ നിൽക്കും, ചിലർ നേരെ ബാങ്ക് മാനേജറുടെ ക്യാബിനിലേക്ക് കയറും. ഇന്ന് നമുക്ക് അരുണിന്റെ കഥയിലൂടെ അത് നോക്കാം. 10,000 രൂപ മാസശമ്പളത്തിൽ നിന്ന് ഒരു ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽ ആവുന്ന അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ജേർണിയിൽ ബാങ്കിന്റെ കണ്ണിൽ അദ്ദേഹം എങ്ങനെ മാറുന്നു എന്നുള്ളത്. 22 വയസ്സുള്ള അരുണിന് ആദ്യ ജോലി കിട്ടി. മാസശമ്പളം 10,000 രൂപ. അദ്ദേഹം ആദ്യമായി സാലറി അക്കൗണ്ട് തുടങ്ങുവാൻ വേണ്ടി ബാങ്കിൽ പോയി ടോക്കൺ എടുത്തു, ക്യൂവിൽ വെയിറ്റ് ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ടേൺ എത്തിയപ്പോൾ കൗണ്ടറിലെ എംപ്ലോയി വളരെ പ്ലസന്റ് ആയിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അക്കൗണ്ട് തുറന്നു, അവിടെ കാര്യമെല്ലാം കഴിഞ്ഞു. ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്, ബാങ്ക് അദ്ദേഹത്തെ മോശമായി കാണുന്നില്ല, പക്ഷേ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നുമില്ല. കാരണം ഇപ്പോൾ അരുൺ ബാങ്കിന്റെ 10,000 കണക്കിന് മറ്റ് കസ്റ്റമേഴ്സിൽ ഒരാൾ മാത്രമാണ്. ഈ ഘട്ടത്തിൽ അരുണിന് ബാങ്കിനെ ആവശ്യമാണ്, പക്ഷേ ബാങ്കിന് പ്രത്യേകിച്ച് അരുണിനെ പറ്റി ഒന്നും അറിയില്ല. 2 വർഷം കഴിഞ്ഞു. അരുണിന്റെ ഇപ്പോഴത്തെ ശമ്പളം 25,000 രൂപ. സാലറി എല്ലാ മാസവും അക്കൗണ്ടിലേക്ക് കൃത്യസമയത്ത് വരുന്നു. ഒരു ദിവസം അരുണിന് ഒരു ഫോൺ വന്നു. സർ, പേഴ്സണൽ ലോൺ ഓഫർ ഉണ്ട്. ആദ്യം അവനൊന്ന് കൺഫ്യൂസ്ഡ് ആയി, പക്ഷെ ഒന്ന് ചിരിച്ചു. കാരണം ഇതുവരെ പൈസ ഇങ്ങോട്ട് തരാമെന്ന് പറഞ്ഞ് ആരും അവനെ വിളിച്ചിട്ടില്ല. എന്താണ് ഇവിടെ മാറിയത്? അരുണല്ല, ബാങ്കിന്റെ കാഴ്ചപ്പാടാണ്. ഇപ്പോൾ ബാങ്കിനറിയാം ഈ വ്യക്തിക്ക് സ്ഥിരമായിട്ടൊരു വരുമാനമുണ്ടെന്ന്, അതായത് ഭാവിയിൽ കൂടുതൽ പ്രോഡക്ട്സ് വാങ്ങാനുള്ള സാധ്യതയുണ്ടെന്ന്. കുറച്ച് വർഷങ്ങൾ കൂടി കഴിഞ്ഞു. അരുൺ താരതമ്യേന ഒരു വലിയ കമ്പനിയിലേക്ക് ജോബ് സ്വിച്ച് ചെയ്തു. ശമ്പളം 50,000 രൂപ. അരുൺ ഒരു ആവശ്യത്തിനായി വീണ്ടും ബാങ്കിൽ ചെല്ലുന്നു. പക്ഷേ ഈ തവണ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അകത്ത് കയറുമ്പോൾ സ്റ്റാഫ് പറയുന്നു, ഗുഡ് മോർണിംഗ് സർ. ഇത് വലിയ കാര്യമൊന്നുമല്ല, എന്നാലും നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു ചെറിയ കാര്യം. പിന്നീട് ക്രെഡിറ്റ് കാർഡ് ഓഫർ, പ്രീ അപ്രൂവ്ഡ് മെസ്സേജസ്. അരുണിന് തോന്നാൻ തുടങ്ങി ബാങ്കിന് ഇപ്പോൾ തന്നെ അറിയാമെന്ന്. അരുണിന് ശരിക്കും അവനെപ്പറ്റി തന്നെ ഒരു പ്രൗഡ് ഫീലിംഗ് ഉണ്ടായി. കാരണം 3-4 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ബാങ്കിൽ ചെന്നപ്പോൾ ഉണ്ട എക്സ്പീരിയൻസിൽ നിന്ന് ഒരു കൺസിഡറബിൾ അപ്ഗ്രേഡ് ഫീൽ ചെയ്തു. അരുണിന്റെ ജീവിതത്തിലെ അടുത്ത ചാപ്റ്റർ 1,00,000 രൂപ ശമ്പളം മേടിക്കുന്ന ഒരു MNCയിലെ സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. അരുണിന്റെ വിവാഹമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഒരു വീട് മേടിക്കുന്ന ആലോചനയിലാണ് കക്ഷി. ഹോം ലോൺ അന്വേഷിച്ച് അരുൺ ബാങ്കിൽ ചെല്ലുന്നു. ഈ പ്രാവശ്യം കോൺവെർസേഷൻ കുറച്ച് വ്യത്യാസമാണ്. ബാങ്ക് മാനേജർ നേരിട്ട് ഓപ്ഷൻസ് കാണിക്കുന്നു, സ്കീമുകളെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ചിലപ്പോൾ ഒരു കോഫി പോലും വന്നേക്കാം. കാരണം ബാങ്ക് ഇപ്പോൾ വെറും ഒരു സേവിങ്സ് അക്കൗണ്ട് ഹോൾഡറിനെ അല്ല കാണുന്നത്, ഒരു ലോങ് ടൈം കസ്റ്റമർ റിലേഷൻഷിപ്പ് തന്നെയാണ്. ഹോം ലോൺ, ഇൻവെസ്റ്റ്മെന്റ്സ്, ഇൻഷുറൻസസ്, ഭാവിയിൽ വലിയൊരു കസ്റ്റമർ റിലേഷൻഷിപ്പ് ഉണ്ടാകുവാനുള്ള സാധ്യത. അരുണിന്റെ ഹോം ലോൺ ഒരു സിംഗിൾ മീറ്റിംഗിൽ തന്നെ അപ്രൂവ്ഡ് ആയി കിട്ടുന്നു. ഒരുപക്ഷെ 3-4 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോൺ അപ്രൂവൽ ഇത്ര ഈസി ആവുമായിരുന്നില്ല. കുറച്ച് വർഷങ്ങൾ കൂടി കടന്നുപോയി. നമ്മുടെ കഥാനായകൻ ഇപ്പോൾ ഒരു MNCയിലെ സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് മാനേജറാണ്. ലൈഫ് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയി തുടങ്ങുന്നു. ഒരു ദിവസം അരുൺ ബാങ്കിൽ ചെല്ലുന്നു. ടോക്കൺ എടുക്കാൻ തുടങ്ങുമ്പോൾ സ്റ്റാഫ് പറയുന്നു, സർ, മാനേജർ ഫ്രീ ആണ്, നമുക്ക് ക്യാബിനിലേക്ക് പോകാം. അരുൺ ഒന്ന് കൺഫ്യൂസ്ഡ് ആയി. കാരണം ഇന്നലെ വരെ ക്യൂവിൽ വെയിറ്റ് ചെയ്തു, ഇന്ന് നേരിട്ട് മാനേജറുടെ ക്യാബിനിലേക്ക് വെൽക്കം ചെയ്യുന്നു. കാരണം ഒരു സത്യമുണ്ട്, ബാങ്കുകൾ ടൈം സ്പെൻഡ് ചെയ്യുന്നത് വാല്യൂ ഉള്ള കസ്റ്റമർ റിലേഷൻഷിപ്പിലാണ്. അരുണിന്റെ ഫിനാൻഷ്യൽ പ്രൊഫൈൽ ഇപ്പോൾ വളർന്നിരിക്കുന്നു. ഇദ്ദേഹം ഇനിയൊരു ട്രാൻസാക്ഷൻ മാത്രമല്ല, ഒരു റിലേഷൻഷിപ്പാണ്. ഇപ്പോൾ അരുൺ ഒരു ഇടത്തരം കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് വാങ്ങി റെന്റിന് കൊടുക്കാൻ പ്ലാൻ ചെയ്യുകയാണ്. ലോണിനെ കുറിച്ച് എൻക്വയറി ചെയ്യാൻ ചെല്ലുമ്പോൾ വെറും ബ്രോഷർ കൊടുത്തല്ല വിടുന്നത്. മാനേജർ സമയമെടുത്ത് സ്കീമിനെ പറ്റി വിശദീകരിക്കുന്നു, EMI ഓപ്ഷൻസ് കാണിക്കുന്നു, ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ചിലപ്പോൾ പ്രോസസ്സിംഗ് ഫീ വെയ്വർ ഓഫേഴ്സ് വരെ കിട്ടിയേക്കാം. കാരണം ബാങ്കിനറിയാം ഈ കസ്റ്റമറിന് ഭാവിയിൽ വലിയ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് ഉണ്ടായേക്കാമെന്ന്. ഈ ഘട്ടത്തിൽ അരുണിന് തോന്നി തുടങ്ങും, ബാങ്ക് ഇപ്പോൾ തന്നെ വെറും ഒരു അക്കൗണ്ട് ഹോൾഡർ മാത്രമായിട്ടല്ല കാണുന്നതെന്ന്. 4-5 വർഷങ്ങൾ കൂടി കഴിഞ്ഞു. അരുൺ ഇപ്പോൾ മറ്റൊരു MNCയിലെ 5 lakhs സാലറി മേടിക്കുന്ന വൈസ് പ്രസിഡന്റ് ഓഫ് എഞ്ചിനീയറിംഗ് ആണ്. ഇപ്പോൾ ബാങ്കിൽ അദ്ദേഹത്തെ പേരെടുത്ത ആളുകൾക്കറിയാം. അദ്ദേഹത്തോട് ബാങ്കിലെ സ്റ്റാഫ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, സർ, വർക്ക് എങ്ങനെയുണ്ട്, പുതിയ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസ് എന്തെങ്കിലും നോക്കുന്നുണ്ടോ, എന്തിന് അദ്ദേഹത്തിന്റെ കൊമേഴ്ഷ്യൽ റെന്റൽ സ്പേസിനെ പറ്റി വരെ അവർക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാം. ഇതൊരു ഫ്രണ്ട്ഷിപ്പ് അല്ല, പക്ഷെ നല്ല ബിസിനസ് റിലേഷൻഷിപ്പാണ്. കാരണം ബാങ്കിനറിയാം ഈ വ്യക്തിയുടെ അടുത്ത 10 വർഷത്തെ ഫിനാൻഷ്യൽ ഡിസിഷൻസ് വളരെ വലിയവയായിരിക്കാമെന്ന്. ഈ ഘട്ടത്തിൽ ചില ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ സംഭവിച്ചേക്കാം. അതായത് പ്രീമിയം ബാങ്കിംഗ് പ്രോഗ്രാംസ്, ഹയർ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ്സ്, ഡെഡിക്കേറ്റഡ് റിലേഷൻഷിപ്പ് മാനേജേഴ്സ്, എക്സ്ക്ലൂസീവ് ഇൻവെസ്റ്റ്മെന്റ് സെമിനാർസ്. ചില ബാങ്കുകൾ അവരുടെ ഹൈ വാല്യൂ കസ്റ്റമേഴ്സിനെ സ്പെഷ്യൽ ഫിനാൻഷ്യൽ ഇവന്റ്സിലേക്ക് ക്ഷണിക്കാറുണ്ട്.
കാരണം അവരുടെ ലക്ഷ്യം ഒരു ലോൺ സെല്ല് ചെയ്യുക എന്നുള്ളതല്ല, കസ്റ്റമറിന്റെ മുഴുവൻ ഫിനാൻഷ്യൽ റിലേഷൻഷിപ്പും ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ അരുണിന് മനസ്സിലാകുന്നു, ബാങ്ക് ഒരു പ്രോഡക്റ്റ് സെല്ല് ചെയ്യാൻ ശ്രമിക്കുകയല്ല, ഒരു ലോങ് ടൈം കസ്റ്റമറിനെ റീറ്റെയിൻ ചെയ്യാൻ നോക്കുകയാണ്. ഇപ്പോൾ അരുൺ വേറെ ലെവലിലാണ്. അദ്ദേഹം ഒരു സക്സസ്ഫുൾ കമ്പനിയുടെ കോ ഫൗണ്ടറാണ്. സത്യത്തിൽ അരുൺ ഇപ്പോൾ ബാങ്കിലധികം പോകാറില്ല. ബാങ്ക് അരുണിനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്. റിലേഷൻഷിപ്പ് മാനേജേഴ്സ്, ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസേഴ്സ്, സ്പെഷ്യൽ കൺസൾട്ടേഷൻ ഒക്കെയാണ് അദ്ദേഹത്തിന് ലഭിക്കുന്ന സർവീസസ്. ഇവിടെ കോൺവെർസേഷൻസ് പോലും മാറുന്നു. സർ, ഇൻവെസ്റ്റ്മെന്റ്സ് ഒന്ന് റിവ്യൂ ചെയ്യാം, അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷനെ പറ്റി നോക്കാം, അല്ലെങ്കിൽ ടാക്സ് എഫിഷ്യന്റ് ആയിട്ടുള്ള ഓപ്ഷൻസുകളെ പറ്റി നോക്കാം എന്ന് തുടങ്ങിയ ഡിസ്കഷൻസ് ആണ് പലപ്പോഴും നടക്കുന്നത്. ഈ ഘട്ടത്തിൽ ചില ബാങ്കുകൾ പ്രൈവറ്റ് ക്ലയന്റ് മീറ്റിംഗ്സ്, ഇൻവെസ്റ്റർ റൗണ്ട് ടേബിൾസ് പോലുള്ള ഇവന്റ്സിലേക്ക് ഇവരെ ക്ഷണിക്കാറുണ്ട്. കാരണം ഇവിടെ കോമ്പറ്റീഷൻ കൂടുന്നു. അദ്ദേഹത്തിന്റെ ഡെപ്പോസിറ്റ്സ്, ഇൻവെസ്റ്റ്മെന്റ്സ്, ബാങ്കിങ് അക്കൗണ്ട്സ് തുടങ്ങിയവയെല്ലാം പല ബാങ്കുകൾക്കും ആവശ്യമുള്ള റിലേഷൻഷിപ്പാണ്. ഇവിടെ ഒരു വലിയ മാറ്റം സംഭവിച്ചു തുടങ്ങുന്നു. അതായത് അദ്ദേഹത്തിന്റെ ഇൻകം അല്ല, ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് പൊട്ടൻഷ്യലാണ് ബാങ്കുകൾ ശ്രദ്ധിക്കുന്നത്. ഈ കഥയിൽ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. നമുക്ക് രണ്ടുപേരെ കമ്പയർ ചെയ്യാം. ഒരാൾക്ക് 5 ലക്ഷം രൂപ സാലറി ഉണ്ട്, മറ്റൊരാൾ റിട്ടയർ ആയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് ആക്റ്റീവായി ഇൻകം ഇല്ല, എന്നിരുന്നാലും 5 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്. ബാങ്കിന് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ആരെയായിരിക്കും? പലപ്പോഴും രണ്ടാമത്തെ വ്യക്തിയായിരിക്കും. കാരണം ഒരു ഘട്ടം കഴിഞ്ഞാൽ ഇൻകത്തിൽ കൂടുതൽ അസറ്റ്സ് ആണ് പ്രധാനമായി വരുന്നത്. അവിടെയാണ് വെൽത്ത് മാനേജ്മെന്റ് യഥാർത്ഥത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കുന്നത്, ബാങ്ക് ഒരാളെ വിലയിരുത്തുന്നത് മുഖം നോക്കിയോ ഡ്രസ്സ് നോക്കിയോ അല്ലെങ്കിൽ അവരുടെ കാർ നോക്കിയോ അല്ല, ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ് പൊട്ടൻഷ്യൽ നോക്കിയാണ്. നിങ്ങളുടെ ഫിനാൻഷ്യൽ ജേർണി വളരുമ്പോൾ ബാങ്കിന്റെ അപ്രോച്ചും മാറും. ഇത് ബാങ്ക് ജീവനക്കാർ ഒരിക്കലും ഹാർട്ട്ലെസ് ആയതുകൊണ്ടല്ല, ഇത് അവരുടെ ജോലിയുടെ ഭാഗമാണ്. ആഫ്റ്റർ ഓൾ ബാങ്കും ഒരു ബിസിനസ് തന്നെയല്ലേ? ഇനി നിങ്ങളോടൊരു ചോദ്യം. ഈ കഥയിൽ നിങ്ങൾ ഏത് സ്റ്റേജിലാണോ? 25,000 രൂപ ഇൻകത്തിലാണോ, 1 ലക്ഷത്തിലാണോ, അതെയോ ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽ കാറ്റഗറിയിലാണോ? കമന്റ് സെക്ഷനിൽ പറയുക. ഇനി ചെറിയൊരു ഇൻകം ബ്രാക്കറ്റിലാണെങ്കിൽ അരുണിന്റെ കരിയർ പ്രോഗ്രഷൻ പോലെ സക്സസ്ഫുൾ ആകാൻ നിങ്ങളും ഡ്രീം ചെയ്യുക. ആ ഡ്രീം യാഥാർത്ഥ്യമാകുവാൻ വേണ്ടി ബെസ്റ്റ് എഫോർട്ട് ഇടുക. ഇനി എന്റെ ഈ ചെറിയ എഫോർട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെയുള്ള ഫിനാൻഷ്യൽ ആൻഡ് കരിയർ വീഡിയോസിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.